ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 16-ാം ഞായർ. ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത്, നാം നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവത്തിൻ്റെ ഛായ പേറുന്നവരാണ് നമ്മൾ. ആ ദൈവത്തെ അനുകരിച്ചുകൊണ്ട് കരുണ നിറഞ്ഞവരായി, ക്ഷമ നിറഞ്ഞവരായി, അനുകമ്പ നിറഞ്ഞവരായി നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ പെരുമാറാൻ, പ്രവർത്തിക്കാൻ സാധിക്കണം. ഇന്നത്തെ ഒന്നാമത്തെ വായന അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ വെളിവാക്കപ്പെടുക. ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എതിർപ്പുകളോ ഒക്കെ വരുമ്പോൾ അതിന് മുമ്പിൽ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. അങ്ങനെ വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത വരുമ്പോഴാണ് പലപ്പോഴും നശീകരണ പ്രവർത്തനങ്ങളിൽ ആൾക്കാർ ഏർപ്പെടുക. അധികാരം മറ്റുള്ളവരുടെ മേൽ ഉള്ള അധികാരം എന്ന രീതിയിലല്ല, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അധികാരം എന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഈശോ പ്രയോഗിക്കുന്നത്. ഈശോയുടെ സർവശക്തി അവിടുന്ന് ഏറ്റവും പ്രകടമാക്കുന്നത് തൻ്റെ കരുണയിലൂടെയാണ്, തൻ്റെ സ്നേഹത്തിലൂടെയാണ്. സർവശക്തനായവൻ തൻ്റെ ശക്തിയെ പ്രത്യേകമായിട്ട് തെളിയിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ എന്തിൻ്റെ മേലും തനിക്ക് ശക്തിയുണ്ട് എന്ന ബോധത്തോടെ എന്തെല്ലാം എതിർപ്പുകളോ എല്ലാം വന്നാലും അതിന് മുമ്പിലൊന്നും പതറിപ്പോകാതെ ക്ഷമയോടെ ദൈവം പ്രവർത്തിക്കുന്നു. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയും സങ്കീർത്തനവും പ്രിയപ്പെട്ടവരെ വെളിവാക്കുക. അപ്പോൾ നിരന്തരം ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ഒന്നിൻ്റെയും മുമ്പിൽ, ഒരു എതിർപ്പിൻ്റെയും മുമ്പിൽ പതറിപ്പോകാതെ ക്ഷമയോടെ, ഏവരോടും കരുണയോടെ, ദയോടെ പ്രവർത്തിക്കുവാൻ, പെരുമാറാൻ, ബന്ധപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്നാണ് ഒന്നാമത്തെ പാഠം. നാം നമ്മുടെ ശുശ്രൂഷയിലൂടെ മുന്നേറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയുടെ കാര്യമാണ്. നമ്മൾ ഒരു വിധത്തിലെ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുവദിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലാകട്ടെ, നമ്മുടെ ജീവിതത്തിലാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലാകട്ടെ, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ ആകട്ടെ, നമ്മുടെ ബന്ധങ്ങളിലാകട്ടെ, പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ സഹായിക്കാൻ, നിരന്തരം നമ്മെ നയിക്കുവാൻ നമ്മൾ അനുവദിക്കണം. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും അറിയില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ പ്രചോദിപ്പിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുക. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ യാചനകളാണ്. സത്യത്തിൽ നമ്മൾ ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യം അറിയാവുന്ന ദൈവം ആ ആവശ്യം നിവർത്തിക്കുവാൻ നിരന്തരം അവിടുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒന്ന് നിരന്തരം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. നാമം നമുക്കുള്ളതും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നിരന്തരം ബോധപ്പെടണം. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആക്കിക്കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ശ്രദ്ധ വയ്ക്കണം. അപ്പം ഒരു വിധത്തിൽ കൃതജ്ഞതാ പ്രകാശനമാണ് യഥാർത്ഥ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതും അല്ലെങ്കിൽ അതിനെ ബോധപ്പെടുന്നതും അത് നിവർത്തിക്കാൻ ആവശ്യമായ ശക്തി ആർജിക്കുന്നതുമാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ് വിചാരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതിലൂടെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തെ എനിക്ക് ആക്കണം, ദൈവം എൻ്റെ ഇഷ്ടം നിറവേറണമേ,
എന്നാൽ ഈശോ നമ്മളെ എന്താ പഠിപ്പിച്ചത്? ദൈവമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനുള്ള അവസരമാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നെടുവീർപ്പുകളുടെ ഇടയിൽ. നമ്മൾ ഒത്തിരി ചൊല്ലിക്കൂട്ടുക എന്നതിനേക്കാളും കുറേ കൂടെ നിശബ്ദതയിൽ, ഏലിയ പ്രവാചകൻ ഹോറവ് മലയിൽ ഒരു മൃദുസ്വരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ദൈവം മൃദുവായ രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ ആ ദൈവത്തെ ശ്രദ്ധിക്കാൻ, ആ ദൈവത്തെ ശ്രവിക്കുവാൻ, ആ ദൈവത്തെ അനുസരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഇടയിലും തിന്മകൾ നമ്മൾ കാണും. കാരണം ലോകത്തിലുള്ളതൊന്നും പെർഫെക്റ്റ് അല്ല, പൂർണ്ണമല്ല. എല്ലാത്തിലും എന്തോ കുറവൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ ദൈവപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ശത്രുക്കൾ വെറുതെ ഇരിക്കുന്നില്ല. അതിനിടയിൽ അവ കളകൾ വിതച്ചിട്ട് പോകുന്ന പറയുക. നീ അതേപോലെ ഇപ്പം എന്തിൽ ഒരു പാരഡോക്സിക്കൽ എന്ന് വേണേൽ പറയാം. അത് നമ്മുടെ ഹൃദയമാകട്ടെ, മനുഷ്യരാകട്ടെ, ലോകത്തിലെ സംഭവങ്ങളാകട്ടെ, ഏതിലും ഈ രണ്ട് കാര്യമുണ്ട്. ഗോതമ്പുമുണ്ട്, കളകളുമുണ്ട്. നന്മയുണ്ട്, തിന്മയുണ്ട്. തിന്മയെ തീർത്തും ഇല്ലാതാക്കി നന്മയിൽ മാത്രം ജീവിക്കാനായിട്ട് ഈ ലോകത്ത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നന്മ മാത്രമുള്ള ഇടമാണ് സ്വർഗം, തിന്മ മാത്രമുള്ള ഇടമാണ് നരകം. ഇതിൻ്റെ ഇടയിലാണ് ഈ ലോകം. അപ്പോൾ അവിടെ നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ തിന്മയോട് പോലും സഹിഷ്ണുത കാണിക്കുക. അതായത് കൊയ്ത്ത് വരെ രണ്ടും ഒരുമിച്ച് വളരട്ടെ, അതാണ് യജമാനൻ പറയുന്നത്. യജമാനറിയാം സാത്താൻ, അതായത് എതിരാളി, ശത്രു ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടണം. പലപ്പോഴും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്, നമ്മൾ ഉറങ്ങുമ്പോഴാണ് രൂപത്തിൽ ഈ സാത്താൻ വന്ന് നമ്മുടെ ഇടയിൽ ഈ കളകൾ വിതയ്ക്കുക. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ വളരുമ്പോൾ ഈ കളകളും ഗോതമ്പും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഏറ്റവും അവസാനം അത് വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുമ്പോൾ ദൈവരൂപത്തിൽ നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ല ഇങ്ങനെ വേർതിരിക്കൽ. പിന്നെയോ അത് മാലാഖമാരുടെ കടമയാണ്, ദൈവത്തിൻ്റെ കടമയാണ്. രൂപത്തിൽ പറയാം, നമ്മൾ ഈ കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. തിന്മയെ ഇല്ലാതാക്കാനല്ല നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ. നേരെ മറിച്ച് നന്മയെ വളർത്താനാണ് ശ്രദ്ധിക്കുക, നന്മ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം അന്ധകാരമാണ്. അന്ധകാരമേ പോ എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല നമ്മൾ. പിന്നെയോ അവിടെ വെളിച്ചം കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും, ആരെല്ലാം നമുക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അവരോട് വിദ്വേഷം പുലർത്തേണ്ട കാര്യമില്ല. പിന്നെയോ നമ്മൾ നമ്മുടെ ദൗത്യം നിറവേറ്റി മുന്നോട്ട് പോവുക. ഇനി ഈ ഗോതമ്പും കളകളും അത് ഒരുമിച്ച് വളരട്ടെ, എന്നിട്ട് അവസാനം വേർതിരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഈ സസ്യങ്ങൾ ഒരു വിധത്തിൽ ഗോതമ്പ് ഒരിക്കലും കളയായി മാറത്തില്ല, കള ഗോതമ്പായി മാറുകയില്ല. പക്ഷേ മനുഷ്യരുടെ ഇടയിലുണ്ടല്ലോ, നന്മ ചെയ്യുന്നവർ ചിലപ്പോൾ തിന്മയിലേക്ക് പോകാം. അതിനേക്കാളും ഉണ്ടല്ലോ, നമ്മൾ രക്ഷാകര ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തിന്മയിലാണ്ടുപോയ പലരും നന്മയിലേക്ക് വന്നിട്ടുണ്ട്. തിന്മയിലാണ്ടുപോയ പലരും നന്മയിലേക്ക് വന്നിട്ടുണ്ട്. മഗ്ദലേന മറിയത്തിൻ്റെ കഥ നമുക്കറിയാം, സക്കയോസിൻ്റെ കഥ നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസിൻ്റെ കഥ നമുക്കറിയാം, അല്ലേ? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ സഭയെ പീഡിപ്പിച്ചിരുന്നവനാണ്. അവസാനം സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുന്നവനായി മാറിയില്ലേ? ഇപ്പം നമുക്ക് ഈ അവസാനം വരെ നമ്മൾ ഈ ഉടനെ എല്ലാ തിന്മയും നശിപ്പിച്ച് കളയണം, ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. പിന്നെയോ ദൈവത്തെ പോലെ നമ്മൾ കുറേ കൂടെ ശാന്തതയോടെ ആയിരിക്കുക, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം,
പല കാര്യവും തുടങ്ങുന്നതുണ്ടല്ലോ, കടുകുമണി പോലെയാണ്. വളരെ ചെറുതായിട്ടാണ് നന്മകളൊക്കെ തുടങ്ങുക. അയ്യോ ഇതെല്ലാം ചെറുതാണല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല നമ്മൾ. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കേണ്ടവരുമല്ല നമ്മൾ. വലിയ കാര്യം ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. ഏറ്റവും നിസ്സാരമായതിൽ അങ്ങോട്ട് തുടങ്ങിയേ. കടുകുമണിയോളം ദൈവരാജ്യം പോലും തുടങ്ങുന്നത് ഒരു കടുകുമണി പോലെയാണെന്ന് ഈശോ പറയുക. സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, സഹായിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ തുടങ്ങട്ടെ. നമുക്കറിയില്ല, മദർ തെരേസയുടെ കാര്യം തന്നെ നമുക്കറിയാം. വെറും 5 രൂപ കൊണ്ട് ആ വലിയ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, സഭയുടെ കാര്യം തന്നെ അറിയാം. ഈശോ ഒറ്റ മനുഷ്യൻ, അത് കഴിഞ്ഞ് വേണ്ടി 12 ശിഷ്യന്മാർ, അവിടെ തുടങ്ങിയ ഒരു കാര്യം ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുമല്ലേ. ഒരു കടുകുമണിയോളം ആരംഭിക്കുന്നത് വൃക്ഷം പോലെ വളരും. അതോടൊപ്പം തന്നെ പക്ഷികളെന്ന് പറഞ്ഞാൽ നാനാജാതിക്കാർ, എല്ലാ മതസ്ഥരും ഒരു വിധത്തിൽ പറയാം. എല്ലാവർക്കും അഭയമേകുന്ന രീതിയിൽ സഭ വളരുന്ന കാര്യമുണ്ട്. അപ്പം നമ്മൾ ഈ ക്രിസ്തു ശിഷ്യർ അവരെ പ്രവർത്തിക്കുമ്പോൾ വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റിയല്ലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. ഏറ്റവും നിസ്സാരമായതുപോലും ചെയ്യാനായിട്ട് തയ്യാറാവുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ നല്ല തുടക്കം. സ്വർഗരാജ്യം പോലും ഒരു കടുകുമണി പോലെ തുടങ്ങുന്നു എന്ന് ഈശോ പറയുക. ഒരു ക്രിസ്തു ശിഷ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം എന്താ? 5-ാമത്തെ കാര്യം പുളിപ്പ് പോലെ നമ്മൾ പെരുമാറണമെന്നാണ്. ദൈവരാജ്യം അതുപോലെയാണ് പറയുന്നത്. അല്പമേ ഉള്ളൂ പുളിപ്പ്, പക്ഷെ മാവിനെ മുഴുവനും അത് സ്വാധീനിക്കുക. നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ, ഉദാഹരണമായിട്ട് ഈ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തെ മുഴുവനും സ്വാധീനിക്കേണ്ടതാണ്. പുളിപ്പ് ഈ മാവിനെ മുഴുവനും പെരുപ്പിക്കുന്നത് പോലെ, സ്വാധീനിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെ ആകാനായിട്ട് സാധിക്കണം. അതേപോലെ നമ്മുടെ വ്യക്തിത്വം തന്നെ, നമ്മുടെ വ്യക്തിത്വത്തിൽ പല ഘടകങ്ങളുണ്ട്. നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്, നമ്മുടെ മനസ്സ് വിചാരങ്ങളുണ്ട്, നമ്മുടെ ബന്ധങ്ങളുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. എല്ലാ തലങ്ങളിലും ചൂട് നിൽക്കുന്ന രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ ചൈതന്യം, ദൈവരാജ്യത്തിൻ്റെ സ്നേഹം, ദൈവരാജ്യത്തിൻ്റെ നന്മ അത് എങ്ങും ഇങ്ങനെ സ്വാധീനിക്കണം, പരക്കണം. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല, ഒരിടത്ത് മാത്രം ഒതുങ്ങേണ്ടവരല്ല, ചിലരിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല. പിന്നെയോ എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന രീതിയിൽ, എവിടെയും നിറയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദൈവരാജ്യം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവപ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം വെളിവാക്കുന്ന ഉപമാ പ്രഭാഷണം, അതായത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അതിൽ നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിച്ച് കേട്ടത്. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം, ദൈവേഷ്ടം നിറവേറപ്പെടുന്ന ഇടം, ദൈവപ്രവർത്തനം നടക്കുന്ന ഇടം, ദൈവസ്നേഹം അനുഭൂതിമാകുന്ന ഇടം, എല്ലായിടത്തും. അതേപോലെയാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി ജീവിതത്തിൽ മുന്നേറാനായിട്ട് തയ്യാറാകാം. ദൈവത്തെ അനുകരിച്ചുകൊണ്ട് കരുണയും ദയയും ക്ഷമയും നിറഞ്ഞവരായി നമുക്ക് ജീവിക്കാം. അതേപോലെ നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കാനുമായിട്ട് പരിശുദ്ധാത്മാവുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും, നമ്മുടെ പ്രാർത്ഥനയിലും, നമ്മുടെ പ്രവർത്തനത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ ബന്ധങ്ങളിലുമെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് അനുവദിക്കാം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒരു വിധത്തിൽ ദൈവത്തെ നമ്മുടെ ഇഷ്ടമനുസരിച്ചാക്കാനായിട്ട് ശ്രമിക്കുക എന്നതിന് പകരം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ തന്നെ ആക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതാകട്ടെ ദൈവ ഇഷ്ടം അറിഞ്ഞ് അത് നിറവേറ്റാനാവശ്യമായ ശക്തി പ്രാർത്ഥനയിലൂടെ ആർജിച്ച് നാം മുന്നേറുക. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് അവരെ എതിർക്കാനല്ല, പിന്നെയോ
നമ്മൾ നമ്മുടെ ദൗത്യം നന്നായി നിറവേറ്റി അവസാനം വരെ അത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധ വയ്ക്കാം. അതേപോലെ തന്നെ ഏറ്റവും നിസ്സാരമായാണ് തുടങ്ങുന്നത് ദൈവരാജ്യ പ്രവർത്തനം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. വലിയ കാര്യങ്ങൾ ചെയ്ത് ആകുന്നുള്ള കൊച്ചുലിസ പുണ്യത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. കുറുക്ക് വഴി നമ്മളെ പഠിപ്പിച്ച ആളാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് വിശുദ്ധയാകാൻ പറ്റത്തില്ല. പക്ഷേ ചെറിയ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട്, സ്നേഹം നിറഞ്ഞ് ചെയ്തുകൊണ്ട് എനിക്ക് വിശുദ്ധിയാകാൻ പറ്റും എന്ന ബോധത്തോടെ ജീവിച്ച ആ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് കൊച്ചുലിസ പുണ്യവതി. ഇപ്പോൾ കടുകുമണിയോളം ഈശോ പറയുന്നുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഈ വൃക്ഷത്തെ ഇവിടെ നിന്നും വേരോടെ പിഴുത് കടലിലേക്ക് എറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ മലയെ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ സ്നേഹം, നമ്മിലൂടെ വെളിപ്പെടുന്ന ദൈവ ചൈതന്യം എങ്ങും എല്ലായിടത്തും സ്വാധീനം വരുത്താൻ നമുക്ക് അനുവദിക്കാം. അതിനു മുമ്പ് ദൈവാത്മാവിനെയും ദൈവ രാജ്യത്തെയും ദൈവ വചനത്തെയും ദൈവപ്രവർത്തനത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് സ്വീകരിക്കാനും ശ്രദ്ധ വയ്ക്കാം. ഈശോയുടെ നല്ല ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. വിശ്വാസത്താൽ നിറഞ്ഞ്, സ്നേഹത്താൽ പ്രചോദിതമായി, പ്രത്യാശ നിറഞ്ഞ് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.